സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ഇത് നേരത്തെ വന്നില്ല എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അതേ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂർ മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് നമ്മുടെ ഗുരുവായൂരിലൊരു മാസിക ഇറക്കുന്നുണ്ട്, നമ്മുടെ ഗുരുവായൂര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അതിലൊക്കെ കവിത എഴുതിയിട്ടുണ്ട്. ബേസിക്കലി ഇദ്ദേഹം ഒരു കവിയാണ്, ആലങ്കോട് ലീലാകൃഷ്ണൻ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ശശികല ടീച്ചർ ഇതിനെ കാണുന്നേ എന്നൊക്കെ ഞാൻ പലപ്പോഴും നോക്കും. ഞാൻ ഇടയ്ക്ക് ശശികല ടീച്ചറെ പേജ് ഒന്ന് കൊടുത്ത് നോക്കാറുണ്ട്, ഫേസ്ബുക്ക്. കാരണം ഇവര് പല ആൾക്കാരെ പറ്റി അഭിപ്രായം പറയുന്നത് നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ എത്രത്തോളം വിഷം നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് ഇതിനടിയിൽ കമന്റ് അടിക്കുന്ന ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. നോക്കൂ സുഹൃത്തുക്കളെ, ആലങ്കോട് ലീലാകൃഷ്ണനെതിരെ ശശികല ടീച്ചർ ഇറങ്ങിയിട്ടുണ്ട്. സംഗതി ഇങ്ങനെയാണ്. എങ്ങനെ ആലങ്കോട് ലീലാകൃഷ്ണൻ ഭക്തപ്രിയ മാസികയുടെ പത്രാധിപ സമിതിയിൽ ഉൾപ്പെട്ടു? ഇതാണ് ചോദ്യം. ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മുടെ ഭക്തപ്രിയ എന്ന് പറയുന്ന ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാസികയുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതിന്റെ പത്രാധിപ സമിതിയിലുണ്ട്. അതെങ്ങനെ ഉൾപ്പെട്ടു എന്ന് പറയുന്ന ഭയങ്കരകരമായ ഒരു വലിയ ചോദ്യമാണ്. കേരളം മുഴുവൻ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് ആലങ്കോട് ലീലാകൃഷ്ണനെ കുറിച്ചിട്ട് നമ്മുടെ ശശികല ടീച്ചർക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, ലീലാകൃഷ്ണന് ഭഗവത്ഗീത പരാജയവും രാമനും കൃഷ്ണനും കഥാപാത്രങ്ങളും മാത്രമാണത്രേ. ലോകത്തെ സദ്ഗുണസമ്പന്നൻ മുഹമ്മദ് നബിയുമാണത്രേ. ചാവക്കാട് മത്സരിക്കാൻ ഒരു മുഴം മുമ്പെറിഞ്ഞതായിരിക്കുമോ സഖാവ് എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന രീതിയിലല്ല, ഒരു നല്ല വായനക്കാരെന്ന നിലയ്ക്ക്, എല്ലാ ഗ്രന്ഥങ്ങളും നന്നായിട്ട് വായിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, നന്നായി വായിച്ച ആളുകൾക്ക് മുഴുവൻ ഒരു പക്ഷേ ശ്രീകൃഷ്ണനായാലും ഭഗവത്ഗീത ആയാലും രാമനായാലും കൃഷ്ണനായാലും അതൊക്കെ ഒരു കഥാപാത്രം എന്നതിന് അപ്പുറത്തേക്ക് വേറൊന്നും ഫീൽ ചെയ്യില്ല. അതൊക്കെ ഒരു കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രത്തിൽ നമുക്ക് ചില പാഠങ്ങളൊക്കെ തരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതേസമയം അത് ദൈവമായിട്ട് സങ്കല്പിച്ച് നടക്കുന്ന ആളുകളുണ്ട്. നമ്മളവരെ കുറ്റം പറയാനൊന്നും പോകുന്നില്ല. അവരങ്ങനെ സങ്കല്പിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് മാത്രം. പക്ഷേ ടീച്ചർക്ക് ഇതിൽ ഇഷ്ടമായില്ല. ചോദിക്കുന്നതാണ്, ചാവക്കാട് മത്സരിക്കാൻ ഒരു മുഴം മുമ്പെറിഞ്ഞതായിരുന്നോ സഖാവ്? ലീലാകൃഷ്ണൻ മത്സരിക്കുകയോ ജയിക്കുകയോ അതിനായി സുന്നത്ത് ചെയ്യുകയോ ചെയ്തോട്ടെ, അതെന്റെ പ്രശ്നമല്ല. ഒന്ന് ആലോചിക്കുക. ലീലാകൃഷ്ണൻ തൃശ്ശൂർ മത്സരിക്കാൻ സുന്നത്ത് ചെയ്യണോ? അതാണ് ചോദ്യം. അതായത് ലീലാകൃഷ്ണന് ഒരു ഇടതുപക്ഷത്തിന്റെ ആളായിട്ട് മത്സരിക്കണമെങ്കിൽ സുന്നത്ത് ചെയ്യുക എന്ന് മനസ്സിലായോ? പിന്നസിന്റെ ഒരു തലപ്പ് മുറിച്ചളയിലാണ്. അത് മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് ചെയ്യാറുള്ളത്. ചെറുപ്പത്തിൽ തന്നെ അവർ ചെയ്യും. അഗ്രഭാഗം, ചർമ്മഭാഗം മുറിച്ചു കളയുന്ന ഒരു പരിപാടി ഉണ്ട്, സുന്നത്ത് എന്ന് പറയാം. അപ്പൊ ചോദിക്കുന്നത്, ലീലാകൃഷ്ണൻ അതിനായിട്ട് സുന്നത്ത് ചെയ്യണോ എന്നാണ്. സുന്നത്ത് ചെയ്യുകയോ ചെയ്തോട്ടോ, അതെന്റെ പ്രശ്നമല്ല. ശരിയാണ് ടീച്ചറെ, അത് നിങ്ങളെ പ്രശ്നമല്ലാതെ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലില്ല. മുസ്ലിങ്ങൾ സുന്നത്ത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നിങ്ങളുടെ പ്രശ്നമല്ലാതിരിക്കുന്ന കാലം, നിങ്ങൾ അതിലിടപെട്ട് വഷളാക്കുന്നിടത്തോളം കാലം അതൊരു പ്രശ്നമേ അല്ല. അവരവരുടെ ജീവിത രീതിയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ അതിൽ കയറിയിട്ട് ഇളക്കി പണ്ടാറടക്കി നാറ്റിച്ച് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് ഇറങ്ങാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. എന്തായാലും പക്ഷേ അത് ലീലാകൃഷ്ണൻ കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലീലാകൃഷ്ണൻ ഭഗവത്ഗീതയെ തള്ളിപ്പറയുന്നത്, രാമായണത്തെ തള്ളിപ്പറയുന്നത്, അതേസമയം മുഹമ്മദ് നബിയെ പുകഴ്ത്തുന്നത് മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടെന്നാണ്. തെറ്റിപ്പോയിട്ടോ. ഇതൊന്നുമല്ലാത്ത ആളുകളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. ഒരുപക്ഷെ ഒരു മതവിശ്വാസം ഇല്ലാത്ത ഒരാളായിട്ട് വേണമെങ്കിൽ നമുക്ക് ആരെ കാട്ടാം, നമ്മുടെ സഖാവ് പിണറായി വിജയനെ കാണാം. പക്ഷെ അദ്ദേഹം ജയിച്ചിട്ടില്ലേ? പക്കാ നിരീശ്വരവാദിയായിരുന്നു നമ്മുടെ അന്തരിച്ചു പോയ മഹാനായിട്ടുള്ള നേതാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ജയിച്ചിട്ടില്ലേ? വിശ്വാസികളുടെയും മതവിശ്വാസികളുടെയും വിശ്വാസമില്ലാത്തവന്മാരുടെയൊക്കെ വോട്ട് വാങ്ങിച്ചിട്ടില്ല അദ്ദേഹം ജയിച്ചേ. പക്ഷെ വിശ്വാസികൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പോ ആ ഒരു വർത്തമാനം ഒരു വർഗീയ വർത്തമാനമാണെന്ന് താങ്കൾ തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗീതാകാരനായ കൃഷ്ണന്റെ മാസികയിൽ ഇതുപോലൊരു ചതിയൻ എങ്ങനെ എത്തി? ഇതാണ് ഇവരുടെ ചോദ്യം. ലീലാകൃഷ്ണൻ ഒരു വൻ ചതിയൻ എന്നാ പറയുന്നേ. എന്റെ പൊന്നു സുഹൃത്ത്, അദ്ദേഹം ഒരു നല്ല കവിയാണ്, ഒരു നല്ല കവിയാണ്. അദ്ദേഹത്തിന് ചില കവിതകളൊക്കെ പലപ്പോഴും നമ്മൾ ഒരു മന്ത്രിയുണ്ട്, ഐ ഫോർഗോട്ട് ഹിസ് നെയിം, അദ്ദേഹമൊക്കെ പലപ്പോഴും റിസൈറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരം ചതിയന്മാരെ അവിടെ കൊണ്ടിരുത്തുന്ന ദേവസ്വം ഭരണത്തിലെ രാഷ്ട്രീയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പോടെ തീരുമാനമാകണം. എന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടും ഈ ക്ഷേത്രങ്ങളിലെല്ലാം കയറിക്കൂടാൻ പറ്റുന്ന രീതിയിൽ രാഷ്ട്രീയ പരമായിട്ടുള്ള ഒരു ഉന്നതി ഇവിടെ ഭരണത്തിന്റെ ഭാഗമായിട്ട് BJP-ക്കാർക്ക് കിട്ടണം.
സോക്കോൾഡ് ഹിന്ദുക്കൾക്ക് കിട്ടണം, അതിൻ്റെ അപ്പുറത്തും വേറെ ഒന്നുമില്ല. ഹിന്ദുക്കൾക്ക് കിട്ടണമെന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത്. ടിപ്പുവിനെ പിടിച്ച് ഭഗവാനെ എടുത്ത് അമ്പലപ്പുഴയ്ക്ക് ഓടിയ അന്നത്തെ ഭക്തഗതികേട് നമുക്ക് ഇനി ഉണ്ടാവരുത്. ഏത് ചരിത്രത്തിലാണ് അത് രേഖപ്പെടുത്തി എനിക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ലോകത്ത് എവിടെയെങ്കിലും ഒരു ക്ഷേത്രം തകർന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ടിപ്പുവിന് നെഞ്ചത്തേക്ക് ഇടുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. മാറിയിട്ടൊന്നുമില്ല. നമ്മുടെ ഈ പ്രദേശത്തേക്കൊന്നും ടിപ്പു എന്ന് പറയുന്ന മനുഷ്യൻ എത്തിയിട്ടില്ല. എന്നിട്ട് പോലും ഈ പ്രദേശത്തെ അമ്പലങ്ങളൊക്കെ തകർന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ടിപ്പുവിനെ നെഞ്ചത്തേക്ക് ഇടുന്ന ഒരു പരിപാടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ടിപ്പു ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് ടിപ്പുമാർ നേരിട്ടല്ല പടയോട്ടം നടത്തുന്നത്. ഇതുപോലുള്ള പണമോഹികളായ ചതിയന്മാരെ വിലക്കെടുത്താണ് പുത്തൻ ടിപ്പുമാർ കളിക്കുന്നത്. ഇതുപോലെ പണമോഹികളായ ചതിമാർ. നമ്മുടെ ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടല്ലോ അല്ലെ. അദ്ദേഹം ഒരു കവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിക്കേണ്ട കാര്യം, ഈ കവികള്, ഈ എഴുത്തുകാരൊക്കെ വലിയ പണമോഹികളൊന്നും ആവില്ല. തീർച്ചയായിട്ടും ഒരു സാധുതയില്ല. അവരെ കിട്ടുന്നത് തുകയുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ അയാളുടെ ലൈഫ്, ലീലാകൃഷ്ണൻ ലൈഫ് അത്യാവശ്യം സെറ്റിലാണ്. വൈഫ് അങ്ങനെ ടീച്ചർ അങ്ങനെ സംതിങ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ലൈഫ് ഏകദേശം സെറ്റിലാണ്. പിന്നെ എങ്ങനെയാണ് ഇയാൾ പണം മോഹിക്കുന്നത്? ഇയാൾ എങ്ങനെയാണ് ചതിയനാവുന്നത്? ഒരു ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പത്രമാസികയുടെ പത്രാധിപരായിട്ട്, അല്ലെങ്കിൽ അതിലൊരു അംഗമായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസിൻ അംഗമായിട്ട് ഇദ്ദേഹം ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇദ്ദേഹം ഇരുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു മാസികയിലൂടെ എന്തെങ്കിലും അന്ധവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൽ പലപ്പോഴും ഒരു എഴുത്തുകാരൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് എന്നതാണ്. ഇനിയും നാം പൊട്ടന്മാരാകരുതെന്നൊക്കെയാണ് ഇവർ അവസാനിപ്പിക്കുന്നത്. എന്ത് ചെയ്യാൻ കഴിയും? ബൈ.